ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ്. ആസ് ഐ പ്രോമിസ്ഡ് യു, എൻ്റെ റീൽസ് ഇട്ടതിന് ശേഷം DHA പ്രിപ്പറേഷൻസിനെ പറ്റിയിട്ടും എക്സാംസിനെ പറ്റിയിട്ടൊക്കെ റീൽസ് ഇട്ട സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കുറേ പേർക്കൊക്കെ റീപ്ലൈ ചെയ്തു. DM-ൽ വന്ന് മെസ്സേജ് വന്നതിനൊക്കെ ഞാൻ മാക്സിമം റീപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ, കുറച്ചും കൂടെ നമുക്ക് ഹെൽപ്ഫുൾ ആവും, കാര്യങ്ങളൊന്ന് കൺസ്ട്രക്ട് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഓക്കെ, അതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. കാരണം കുറച്ച് പേര് അധികം ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. സോ അത് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിനു മുമ്പ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ്, ആക്ച്വലി ദിസ് ഈസ് മൈ 5th വീഡിയോ. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്ക് ആക്ച്വലി ഓഫ് ഡേയ്സ് വരുന്നത് ഫ്രൈഡേയ്സ് ആണ്. സോ എവറി ഫ്രൈഡേ ഐ വാസ് ട്രൈങ് ടു ഡു സം വീഡിയോസ്. പക്ഷേ ആക്ച്വലി ബ്ലോപ്പേഴ്സ് ആയി പോവാറാണ്. ഈവൻ നൗ ഐ ഫോർഗോട്ട് ടു ഓൺ മൈ മൈക്ക്. ഞാനൊരു വീഡിയോ മൊത്തം എടുത്തു കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ഐ ഫോർഗോട്ട് ടു ഓപ്പൺ മൈ മൈക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ഫസ്റ്റ് ഇനീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് എല്ലാം ആ ഒരു ട്രാക്കിലോട്ട് വരാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്, യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ ഒരു യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ റിക്വസ്റ്റിന് പുറത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരിതിൽ ചെയ്യുന്നതാണ്. സോ ഇതൊരു എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫോർമേഷൻ വേണമെന്ന് തോന്നുവാണെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. വിൽ ഡു എ വീഡിയോ, അല്ലെങ്കിൽ ഇൻഷാല്ലാ സൂൺ വി വിൽ ഗോ ഫോർ എ ലൈവ് സെഷൻ. സോ ആ ബ്ലൂപ്പേഴ്സ് ഒന്ന് കണ്ടിട്ട് വരും. സോ യാ, ദാറ്റ്സ് ദാറ്റ്. അങ്ങനെയായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഓരോ ഫ്രൈഡേയും ഐ വാസ് ട്രൈങ് ടു ഈ DHA ആയാലും ഈ പ്രോമെട്രിക് സെഷൻസ് എന്ന് പറയുന്നത് അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. സോ ഐ വോണ്ട് ടു ഗിവ് യു ദ ബെസ്റ്റ് ഇൻഫർമേഷൻസ്. സോ അതിൽ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് ഡിസ്കസ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് ഈവൻ ഞാൻ എക്സാം ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പം ഡിപ്പെൻഡിങ് ഓൺ എവറി മന്ത്, മേ ബി എവറി ഇയർ, എവറി ഡേ they are adding questions, they are adding changes. അപ്പോൾ നമുക്കത് അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം. സോ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ സൈറ്റിൽ കയറിയിട്ട് അതിൽ കൊടുത്തിട്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വായിക്കണം. അതിനുശേഷം നിങ്ങൾ വീഡിയോ കാണാം. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇൻഷാല്ലാ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് വരും. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു വീഡിയോ ആയിട്ടാണ്, റിഗാർഡിങ് DHA എക്സാം പ്രിപ്പറേഷൻസും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. സോ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് വന്നതൊക്കെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഏതൊക്കെയാണോ കംപ്രസ് ചെയ്ത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതിനെ എടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ആക്കുന്നത് നമ്പർ ഓഫ് എക്സാംസ്, അറ്റംപ്റ്റ്, എന്തൊക്കെ എമിറേറ്റ്സ് ആണുള്ളത്, ഏതൊക്കെ എക്സാംസ് ആണ്, എത്ര അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. അതേപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനും പ്രിപ്പറേഷൻ ഓഫ് എക്സാംസും കാര്യങ്ങളും ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഒന്നിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഒന്നാമത് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളെന്നല്ല, അപ്പോൾ യൂട്യൂബറോ അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല. അപ്പം കുറച്ച് ലാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് കംപ്രസ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു കണ്ടന്റാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഡോക്ടറിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചറിയാം. നമ്പർ ഓഫ് എക്സാംസിനെ പറ്റി, അറ്റംപ്റ്റ്, എമിറേറ്റ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടറെ അടുത്ത് നമുക്ക് ചോദിക്കാം. അതായത് ഡോക്ടർ ചോദിച്ചത് ഇപ്പോൾ UAE ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനെ പറ്റിയും അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള എക്സാമാണ്, എത്ര ടൈപ്സ് ആണ് എന്നുള്ള രീതിയിൽ ടോട്ടലായിട്ട് പറയുന്നതാണെങ്കിൽ UAEയിൽ 3 എക്സാമാണുള്ളത്. MOH, DHA, HAD. അതായത് ഇപ്പോൾ DOH. ഇത് DHA എന്ന് പറഞ്ഞാൽ ദുബായ്ക്ക് വേണ്ടി വരുന്നത്, MOH എന്ന് പറഞ്ഞാൽ ഷാർജ, അജ്മാൻ, മുൽക്ക്, റാസൽ ഖൈമ, ഫുജൈറ. DOH എന്ന് പറഞ്ഞാൽ അബുദാബി. എല്ലാത്തിനും 3 അറ്റംപ്റ്റ്സ് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് DHA 3 അറ്റംപ്റ്റ്സ്, MOH 3 അറ്റംപ്റ്റ്, DOH 3 അറ്റംപ്റ്റ്, ഇത് 3ആണുള്ളത്. എക്സാമിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഏകദേശം സിലബസ് പഠിക്കാനുള്ളതൊക്കെ എല്ലാം സെയിം ആണ്. പിന്നെ ഓരോ എമിറേറ്റ്സിന് അതിനനുസരിച്ചിട്ടുള്ള ലൈസൻസും പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണുള്ളത്. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ DOH ആണ് കുറച്ചും കൂടി സാലറീഡ് ആയിട്ടുള്ളത്.
MOH കുറച്ചും കൂടി വാസ്റ്റാണ്, അതായത് 5 എമിറേറ്റ്സിൽ വരുന്നുണ്ട്. DHA ആണ് ദുബായിൽ മാത്രമായതുകൊണ്ട് കുറച്ച് ഏരിയ ആണ്. പിന്നെ കുറച്ചും കൂടി എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് DHA ആണ്, കാരണം DHA എഴുതി കഴിഞ്ഞാൽ നമുക്ക് MOHലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഡാറ്റ ഫ്ലോനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഡാറ്റ ഫ്ലോ? ഡാറ്റ ഫ്ലോ എന്ന് കേൾക്കുന്ന സമയത്ത് എന്താണ് ഇപ്പൊ നമ്മൾ UAE-യിലുള്ള ആൾക്കാർക്ക് അറിയാം. സോ നമ്മളെ കോളേജ്, നമ്മളെ സർട്ടിഫിക്കറ്റ്, നമ്മളെ നാട്ടിലെ രജിസ്ട്രേഷന്, നമ്മളെ എക്സ്പീരിയൻസ്, ഇതൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡാറ്റ ഫ്ലോ. നമ്മൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ്, ഗുഡ് സ്റ്റാൻഡിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡാറ്റ ഫ്ലോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് ഓതറൈസ് ആയിട്ടുള്ള ചാനൽസ് ത്രൂ അവർ വെരിഫൈ ചെയ്യും. ഒരു പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഡാറ്റ ഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ പേയ്മെൻറ്റ് ഓൾമോസ്റ്റ് 60 to 70 അല്ലെങ്കിൽ 50 to 60 ഒക്കെയാണ് വരുന്നത്. ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വേറെ എല്ലാ ഏജൻസിയും കോൺടാക്ട് നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈനിൽ, നമുക്ക് യൂട്യൂബിലൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഉണ്ട്, എങ്ങനെ ഡാറ്റ ഫ്ലോ ചെയ്യാം എന്നൊക്കെയുള്ള വീഡിയോസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ടും വേണമെങ്കിൽ ഇത് ചെയ്യാം. എല്ലാവരും പൊതുവെ ഏജൻസി ത്രൂ അങ്ങ് ചെയ്യാറ്. ഏതൊരു ഏജൻസി ത്രൂ ആണോ നമ്മൾ എക്സാം എടുക്കുന്നത്, ഡേറ്റ് എടുക്കുന്നത്, ആ ഒരു ഏജൻസി ത്രൂ തന്നെയാണ് ഡാറ്റ ഫ്ലോയും ചെയ്യുന്നത്. കുറച്ചും കൂടെ നമുക്കൊരു ഫ്രീ മൈൻഡഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വേറൊരു ഏജൻസിനെ ഏൽപ്പിച്ചാൽ നമുക്ക് പഠിക്കുന്ന കാര്യമായിട്ട് പാരലായിട്ട്, അതായത് എക്സാമിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒരു വഴിക്ക് നടക്കുന്ന പോലെ തന്നെ നമുക്ക് ഡാറ്റ ഫ്ലോ വേറെ പാരലായിട്ട് ഒരു സൈഡിൽ നടന്നോളൂ. ഈ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണോ, മെയിൽ അയക്കുന്നതാണോ, കോൾ ചെയ്യുന്നതാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ വെരിഫിക്കേഷൻ പ്രോസസ്സ് വരുന്നത് എന്നുള്ളത്? ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷന് ഏത് രീതിയിൽ വേണമെങ്കിലും വരാം. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ടിന് ക്ലിനിക്കിൽ വന്ന് വെരിഫൈ ചെയ്തു ഡാറ്റ ഫ്ലോ ടീം, വേറെ ഒരാൾക്ക് കോൾ ചെയ്തിട്ടാണ് വെരിഫൈ ചെയ്തത്. അവർ കോൾ ചെയ്യുന്ന സമയത്ത് ജോയിനിങ് ഡേറ്റ്, ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആണോ, പിന്നെ ക്ലിനിക്ക് അവിടെ വാലിഡ് ആണോ, ക്ലിനിക്കിൻ്റെ ലൈസൻസ് ചോദിക്കും, ക്ലിനിക്കിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെയാണ് ഫോണിലൂടെ ഉള്ളത്. പിന്നെ മൂന്നാമതും ഇമെയിൽ അയക്കും. ഇമെയിൽ അയച്ചിട്ട് അവർ ഒന്നെങ്കിലും ഒരു PDF ഫോർമാറ്റിൽ അയക്കും. അതല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത് ഇമെയിൽ അയക്കും. അപ്പോൾ നമ്മൾ ഇമെയിൽ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക. 20 days ഒക്കെയാണ് ഇവർ ഈ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ടൈം എടുക്കുന്നത്. ഈ വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം കൊടുക്കാൻ പറ്റൂ. DHA നമുക്കൊരു 1/2 hour 1 hour നമുക്കൊരു സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് എടുക്കാവുന്നതേ ഉള്ളൂ. DHAൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാറ്റ ഫ്ലോൻ്റെ പ്രൊസീജിയർ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അതാണ് DHAൻ്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് ഒരുവിധം ഒട്ടുമിക്ക ആളുകളും DHA പ്രിഫർ ചെയ്യുന്നത്. DHAക്ക് നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് DHA എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് DHAൻ്റെ പ്രൊഫൈലിൽ പോവുക, നമ്മളൊരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കുക, അവരൊരു സിമ്പിളായിട്ടുള്ള കുറച്ച് അസസ്മെൻറ്റ്സും കാര്യങ്ങളുണ്ട്, അത് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് DHAൻ്റെ യൂണിക് ഐഡി വെച്ചിട്ട് DHA എക്സാം എടുക്കാൻ പറ്റും. ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് ഇപ്പം കുറേ പേര് തമിഴ്നാട് രജിസ്ട്രേഷൻ ആയിരിക്കും, കുറേ പേര് കേരള രജിസ്ട്രേഷൻ ആയിരിക്കും, കുറേ പേര് കർണാടക രജിസ്ട്രേഷൻ ആയിരിക്കും. നമ്മൾ ഏത് രജിസ്ട്രേഷൻ ആണോ നമ്മുടെ ലൈസൻസ് ഉള്ളത് അവരുടെ നിന്ന് വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്. ഇതിന് നോർമലി കർണാടകൻ്റെ 3 months വാലിഡിറ്റിയാണ് കർണാടകൻ്റെ ഗുഡ് സ്റ്റാൻഡിങ്ങിനുള്ളത്. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഹൗ മെനി മന്ത്സ് എങ്കിലും ഒന്ന് അവിടെ നോർമലി എഴുതാം. ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ കോസ്റ്റ് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ കേരളത്തിൽ 5000 രൂപയാണ് വരുന്നത്, കർണാടകയ്ക്ക് 1000 രൂപയാണ്. കർണാടകയിൽ നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ പോർട്ടലിൽ തന്നെ ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പിലോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് അപ്ലൈ ചെയ്ത് നമ്മൾ എലിജിബിൾ ആവുന്നത്? നോർമലി നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, വിത്ത് എക്സ്ക്ലൂഡിങ് ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് പ്ലസ് ആകുമ്പോൾ 3 year എക്സ്പീരിയൻസ്. അതുണ്ടെങ്കിലാണ് UAE എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 year കഴിഞ്ഞിട്ടോ 1.5 year കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്ത് വെക്കാം. പക്ഷേ ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 year കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് MOHന് അവർ വെക്കുന്നത് നമ്മളെ കോൺവെക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റിന്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്കത് യൂണിവേഴ്സിറ്റിൻ്റെ കോൺവെക്കേഷൻ ടൈമിലാണ് അത് കിട്ടുക. സപ്പോസ് നമ്മൾ ഇൻറ്റേൺഷിപ്പ് കഴിയുന്നത് ചില ആളുകൾക്ക് ജൂണിലായിരിക്കും, പക്ഷേ യൂണിവേഴ്സിറ്റിൻ്റെ കോൺവെക്കേഷൻ വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഡിസംബറിലായിരിക്കും. ആ സർട്ടിഫിക്കറ്റിൽ ഏതാണോ ഡേറ്റ് അത് മുതലാണ് MOHൻ്റെത് വരുന്നത്. DHA
പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടും DH നോർമലി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. DH അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം DHനെ സംബന്ധിച്ച് അവർക്ക് 2 ഇയർ ഓക്കെയാണ്. DH എഴുതിയിട്ട് നമ്മളിപ്പോൾ എലിജിബിൾ ആയി, നമുക്ക് ആ ഒരു എലിജിബിലിറ്റി നമുക്ക് MOHലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ DHൽ വർക്ക് ചെയ്തിട്ടാണോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹാബിലേറ്റാണെങ്കിൽ MOHലേക്കാണെങ്കിൽ? കറണ്ട് സിനാരിയോയിൽ നമുക്ക് സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DH നമുക്ക് എക്സാം DHൻ്റെ എലിജിബിലിറ്റി ലെറ്റർ കിട്ടിയ പാടെ നമുക്ക് സെയിം ഡാറ്റ ഫ്ലോ MOHലോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ DHൽ നമ്മളെ ഡാറ്റ ഫ്ലോ അവിടെയും ഉണ്ടാവും MOHലും ഉണ്ടാവും. നമുക്ക് ഒരേ സമയം നമുക്ക് MOH എലിജിബിലിറ്റി എടുക്കാൻ പറ്റും, DH എലിജിബിലിറ്റി എടുക്കാൻ പറ്റും. ഒരേ സമയം നമുക്ക് ഈ 3 എക്സാംസും കൊടുക്കാൻ പറ്റും? നോർമലി കൊടുക്കാറില്ല, പക്ഷേ ഇൻ കേസ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തു, നമുക്ക് ഇപ്പം പൊതുവേ ഉള്ളൊരു പറച്ചിലാണ് നമ്മൾ DH വളരെ എളുപ്പമാണ്, അത് വളരെ ടഫാണ്, MOH ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുവാണ്, ഇപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ക്ലിനിക്കൽ കേസസ് ആണ് കൂടുതലായിട്ട് തന്നെ, DH നമുക്ക് ഈസി ആയിട്ട് പാസ്സായിട്ട് പോകാം, അങ്ങനെയൊക്കെയുള്ള ഒരു മിസ്കൺസെപ്ഷൻ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. അത് ശരിക്കും റിയൽ ആണോ, അല്ലെങ്കിൽ എല്ലാ എക്സാംസും ഒരേപോലെയാണോ, എന്താണ് ആ ഒരു ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് മീൻസ് അതായത് 2023 ജനുവരി മുതൽ DH 150 ക്വസ്റ്റ്യൻസ് പാറ്റേണിലോട്ട് മാറി. അപ്പോൾ അത് മുതൽ ഇപ്പം DH ആണെങ്കിലും ശരി, MOH ആണെങ്കിലും ശരി, ഹാദ് ആണെങ്കിലും ശരി, കംപ്ലീറ്റ്ലി ക്ലിനിക്കൽ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നോർമലി ക്വസ്റ്റ്യൻസ് അധികം വരുന്നത് എന്തായാലും നമുക്ക് പബ്ലിക് ഹെൽത്ത്, ഡെൻറ്റിസ്ട്രി, PhD അതിൽ നിന്ന് എന്തായാലും 4-5 ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് വരും. പിന്നെ ഡയബറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രഗ്നൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരും, ഓർത്തോ സർജിക്കൽ പ്രൊസീജിയേഴ്സ് അതൊക്കെ നോർമലി വരുന്നതാണ്. പൾപ്പക്ടമി, പൾപ്പോട്ടമി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഡയറക്റ്റ് പൾപ്പക്ടമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ഷുവറായിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നും ഏകദേശം സെയിം തന്നെയാണ്, അതെ, വലിയ വ്യത്യാസം. മുൻപ് DHക്ക് 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതെ അതെ അത് 150ലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തു. അതെ. ഡിപ്പെൻഡിങ് ടൈം എത്ര മണിക്കൂറാണ് എക്സാംസ്? അതായത് 150 ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറും 50 മിനിറ്റാണ് അവർ കൊടുക്കുന്നത് DHൻ്റെ എക്സാം. ഇവിടെ ഫസ്റ്റ് 10 മിനിറ്റ്സ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ബ്രീഫായിട്ട് പ്രോമെട്രിക് എക്സാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ ദി ഇൻഫർമേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആസ് ദിസ് ഈസ് മൈ ന്യൂ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റാർട്ടിങ് വീഡിയോ. സോ ഇതിനെ ഒരുപാട് ലാഗോ കാര്യങ്ങളോ ആക്കിയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബിക്കോസ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് എക്സാംസിനെ പറ്റി മാത്രമാണ്, ചിലത് വന്നിട്ടുണ്ടായിരുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ചിലത് പറയുന്നത് എങ്ങനെയാണ് പ്രിപ്പറേഷൻസും കാര്യങ്ങളും, എന്താണ് എക്സാമിനെ പറ്റി, ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവർക്കാണ് ഈ ഒരു ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സോ ബാക്കിയുള്ള വീഡിയോസ് എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ വലിയ ലെങ്തി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് ഭയങ്കരമായിട്ട് മെസ്സാവും. സോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം. ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. സാലറി സ്കെയില് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ അതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. സോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ കൂടുതൽ ഇൻഫർമേഷൻ വേണമെന്ന് തോന്നിയ ഏരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ആവും. Inshallah, I will do a video on that. Soon we will get a live session also. So hope you will understand. കാരണം ഇത്രയും ലാഗ് ആയിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ ആയി, പക്ഷെ ഐ വാസ് ട്രൈങ് ടു ഡു ബിക്കോസ് ഒരു മന്തിൽ 4 വീക്ക് ഓഫ് അല്ലേ ഉള്ളൂ നമുക്ക്. 4 days ആണ് വരുന്നത്. ആ 4 days I was actually starting to do, like I was trying to do. So something went off something, like ചില സമയത്ത് മൈക്ക് ഓൺ ചെയ്യാൻ മറന്നു, ചില സമയത്ത് I was completely done with the video and then suddenly I recognized that mic is not on. അപ്പൊ അങ്ങനെയൊക്കെ അറിയുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൂഡ് അങ്ങനെ പോകും. അതേപോലെ തന്നെയാണ് പല സെഷൻസിലും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ പലതും പല മിസ്റ്റേക്ക് ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരുന്നു. സോ ഇൻഷാല്ലാ ഓക്കെ, വിൽ സീ യു ഇൻ അദർ വീഡിയോ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, share, subscribe and follow for more.
താങ്ക് യു സോ മച്ച്.